ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനാണ് ഇപ്പോൾ ബിസ്ക്കറ്റുമായിട്ട് വന്നിരിക്കുന്നതെന്നല്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയ ബിസ്ക്കറ്റല്ല, കമ്പനി ഉണ്ടാക്കിയ ബിസ്ക്കറ്റാണ് കേട്ടോ. അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. പറഞ്ഞുതരാം. നിങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഹോൾസ് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളത്? ഹോൾസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ഈർപ്പം അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കാതെ ആ ആവിയായിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ആവിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുവാണെങ്കിൽ ഇതിനെ കറക്റ്റായിട്ട് കുക്കാകാനോ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കൊടുക്കാനോ പറ്റില്ല. അപ്പോൾ ഇത് പുറത്തു പോയാൽ മാത്രമേ ഈവൻ്റായിട്ട് കുക്കാവുകയും അതിന് കറക്റ്റ് ആ ഷേപ്പും ടെക്സ്ചറും കിട്ടുകയുള്ളൂ. കൂടുതലും ക്രാക്കേഴ്സ് ആൻഡ് മേരി ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്സിനാണ് നമ്മളിങ്ങനെ ഹോൾസ് കാണാൻ കഴിയുക. അതർ ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്സ് നമുക്ക് കാണാൻ കഴിയാത്ത കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉണ്ടാകും. അത് കാരണം ആ ബിസ്ക്കറ്റ് സ്മൂത്തായിട്ട് ഈവൻ്റായിട്ട് കുക്കായി കറക്റ്റ് ടെക്സ്ചറും ഷേപ്പും അതിന് കൊടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾസ് അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഈ ഹോൾസ് ഇടുന്നതിന് വേണ്ടി ഒരു ടൂൾ യൂസ് ചെയ്യും, ഒരു കുഞ്ഞ് ബ്രഷ് പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഡോക്കർ ടൂൾ. അതിന് ഈ ഹോൾസിന് പറയുന്ന പേരാണ് ഡോക്കിംഗ് ഹോൾസ്. എങ്ങനെയുണ്ട്? നല്ല അറിവാണോ? നല്ല അറിവാണെങ്കിൽ എൻ്റെ ചാനൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.